കൂട്ടുകാരെ, KL03 വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളാണെങ്കിൽ പ്ലാന്റേഷന് ഒരു ഓട്ടം പോവാണ്. പത്തനംതിട്ട ജില്ലയിലെ വീക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഒരു ചെറിയൊരു ഓട്ടമാണ്. എന്താണ് ഓട്ടം എന്നൊന്നും നമുക്കറിയില്ല, നമുക്ക് പോയി നോക്കാം. മൊത്തം 5 വണ്ടിയിൽ ഏത് വണ്ടിയാണ് കൊണ്ടുപോകണതെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് എടുക്കാൻ നമുക്ക് വണ്ടി കിട്ടി. ഈ വണ്ടിയിലാണ് നമ്മളിന്ന് ഓട്ടം പോകുന്നത്. ബാക്കി എല്ലാ വണ്ടികൾക്കും ഓട്ടം ഉണ്ടായതുകൊണ്ട് നമുക്ക് കിട്ടിയ വണ്ടി അതായിരുന്നു. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ വെച്ചൊന്നും വീഡിയോ എടുത്തില്ല. നമ്മളാണെങ്കിൽ പ്ലാന്റേഷനിലോട്ട് കയറിയതിന് ശേഷം ചെക്ക് പോസ്റ്റിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇത് പ്ലാസ്റ്റിക് ഒട്ടിക്കാനാണെങ്കിൽ കൊണ്ടുവന്ന കാലഡബ്ബയല്ല, നമ്മൾ തിരിച്ച് ഓഫീസിലേക്ക് കൊണ്ടെത്തിക്കേണ്ട ജോലിയായിരുന്നു നമുക്ക്. അപ്പോൾ ഇവിടെ വന്ന് നിർത്തി ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. നമ്മൾ വീണ്ടും അവിടുന്ന് വണ്ടി എടുത്ത് മുന്നോട്ട് പോയി. ഈ പറയുന്ന സ്ഥലത്തിന് കല്ലറമാവ് എന്നാണ് പറയുന്നത്. കല്ലറമാവ് ഇതൊരു കല്ലറയാണ്, പഴയ കാലത്തെ ഒരു കല്ലറയാണ്. അപ്പോൾ നല്ല പഴക്കമുണ്ട്. അതിനുള്ളിൽ നിൽക്കുന്ന ഒരു മാവാണ് കേട്ടോ വളർന്നു നിൽക്കുന്നത്. ഏതോ ഒരു മാങ്ങാണ്ടിയുടെ ആയിരിക്കും തോന്നുന്നു. അപ്പം ആ കല്ലറ മാവൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതിന് തൊട്ടപ്പുറത്തും കുറേ കല്ലറകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വണ്ടി ഓട്ടം ഉണ്ടായതുകൊണ്ട് തിരക്കിലായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. നമ്മൾ വീണ്ടും അവിടുന്ന് കാലിടപ്പയൊക്കെ പറക്കി അവർ കയറ്റി വണ്ടി എടുത്തു. കുറച്ച് മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മൊത്തം ചെളിയായിരുന്നു. അവിടെ നിന്ന് പറയാൻ എനിക്ക് ചെറിയൊരു പണി കിട്ടി. വണ്ടി ഇവിടെ ശരിക്കും കിടന്ന് കളിച്ചു കേട്ടോ. കളിച്ച് ആ വണ്ടി അവിടെ നിന്ന് കയറി പോകുന്നത്. അവിടുത്തെ പെട്ട് പോകുമെന്ന് വിചാരിച്ചു. ഈ പ്ലാന്റേഷനിലാണെങ്കിൽ ഓരോ ഏരിയയ്ക്കും ഓരോ നമ്പറുകളാണ്. അതിൻ്റെ താഴെ തന്നെ അതിനോടൊപ്പം തന്നെ ഓരോ ഏരിയയ്ക്കും ഓരോ A എന്നും B എന്നും C എന്നും D എന്നും ഓരോ ബ്ലോക്കുകളായിട്ട് തിരിച്ചേക്കാണ്. അപ്പം നമുക്കിന്ന് എട്ടാം നമ്പർ ഏരിയയിലാണ് ഓട്ടം. അപ്പം 8ലാണ് നമുക്ക് ഓട്ടം. അപ്പോൾ അവിടുത്തെ ഫസ്റ്റിലത്തെ കളക്ഷനായ Aയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ ചെന്നിട്ട് അവിടെ നിന്നും കുറച്ച് കാലിഡബ്ബയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ശകലം റിസ്ക്കാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ തന്നെ. എങ്കിലും പരമാവധി ഞാൻ നോക്കിയിട്ടുണ്ട്. പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ ഓരോ കാലിഡബ്ബകളെല്ലാം സൈഡിൽ ഇങ്ങനെ അടുക്കി ഇട്ടിട്ടുണ്ട്. നമ്മളതെല്ലാം കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളാണെങ്കിൽ കളക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ 8ലെ A എന്ന ഡിവിഷനിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഓട്ടത്തിന് വരുന്ന ഡിവിഷൻ ഇതായിരുന്നു. Aയിലാണ് ആദ്യമായിട്ട് ഓട്ടത്തിന് വരുന്നത്. അപ്പം ഇവിടെ വലിയ അത്ര റിസ്ക്കുള്ള വഴിയൊന്നുമില്ല, എല്ലാം നിരപ്പായിട്ടുള്ള വഴികളാണ്. പിന്നെ Bയിലാണ് ഏറ്റവും കൂടുതൽ ടാസ്ക്കുള്ള വഴികൾ. അപ്പം നമ്മൾ വഴി കണ്ട കാലിഡബ്ബയൊക്കെ കയറ്റി നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഏകദേശം നമ്മളന്ന് അവിടെ എത്താറായി. Aയിലെത്താറായി. A ഡിവിഷനിൻ്റെ കളക്ഷനിൽ എത്താറായി. അപ്പം ഇവിടെയും കുറച്ചേറെ കാലിഡബ്ബകളൊക്കെ ഉണ്ട്. അതെല്ലാം പറക്കണം. അതെല്ലാം പറക്കി കയറ്റിയിട്ട് വേണം നമുക്ക് അന്ന് അടുത്ത Bയിലേക്ക് പോകാൻ. അപ്പോൾ ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഓട്ടത്തിന് വരുന്ന കളക്ഷൻ. 8ാം നമ്പറിലെ A എന്ന ഡിവിഷനാണിത്. A കളക്ഷനാണ്. അപ്പം ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഓട്ടത്തിന് വരുന്നത്. കണ്ടോ, അവരെല്ലാം ലോഡിങ് ചെയ്യാൻ 2 ചേട്ടന്മാരുണ്ട്. ആ 2 കൊച്ചാട്ടന്മാരൂടെ പറക്കി ഇടുവാണ് കേട്ടോ. കാര്യമെല്ലാം പറക്കി ഏകദേശം കയറ്റി. ഒരു വണ്ടി സാധനങ്ങളോടായി. ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുമ്പങ്ങാണ്ട് ടാർ ചെയ്ത വഴിയാണ്. ഇപ്പം ഇപ്പോഴും ടാറെന്നൊക്കെ പറഞ്ഞാൽ അങ്ങും ഇങ്ങുമൊക്കെ ശകലങ്ങാണ്ട് വഴിയിൽ ഇരിപ്പുള്ളതേ ഉള്ളൂ. അല്ലാതെ റോഡ് മൊത്തം മോശമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും പോവാണ് കേട്ടോ B ഡിവിഷനിലേക്ക്. ഇവിടെ അങ്ങനെ ടാറിങ്ങോ കാര്യങ്ങളോ ഒന്നും അനുവദിക്കത്തില്ല ഈ കോർപ്പറേഷൻകാർ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ടാറിങ്ങൊക്കെ വല്ലപ്പോഴൊക്കെ കിട്ടത്തുള്ളൂ. എല്ലാ ഇടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ റോഡൊക്കെ മോശമായിട്ട് നമ്മൾ സൂക്ഷിച്ചൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഒന്നാമത് അലൈൻമെൻ്റ് ഒന്നും ചെയ്യാത്ത വണ്ടിയാണേ. അപ്പോൾ അതുകൊണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വലിച്ചു മാറ്റുകയും ചവിട്ടുന്നിടത്തൊന്നും നിൽക്കുകയില്ല. അപ്പം നമ്മൾ വേണം സൂക്ഷിച്ച് കൊണ്ടുപോകാൻ. ഇവിടുന്ന് വലത്തേക്ക് തിരിയണം Bയിലേക്ക് പോകാൻ. അപ്പോൾ അവിടുന്ന് വണ്ടി എടുത്തപ്പോൾ ചേട്ടന്മാർ പറഞ്ഞ് അപ്പം നമുക്ക് B കളക്ഷനിലോട്ട് പോകണ്ട, അവിടുത്തെ എല്ലാം നേരത്തെ കൊണ്ടുപോയിരുന്നു എന്ന് പറഞ്ഞു കാലിഡബ്ബയെല്ലാം. അപ്പോൾ ഇനി നമുക്ക് Cയിലേക്കാണ് പോകേണ്ടത്. അതായത് ഈ റോഡ് നേരെയാണ് പോകേണ്ടത്. അമ്പോ, ഞാൻ ഇവിടെ വണ്ടി നിർത്തി കഴിഞ്ഞതിന് ശേഷം ആ കാഴ്ച കണ്ട് അടിപൊളി സീനറി. അപ്പോൾ ചേട്ടന്മാർ അവിടുന്ന് പറക്കുന്നുണ്ട്. വീണ്ടും വണ്ടി എടുത്തു. ആ കാഴ്ചയിലേക്ക് ഞാൻ ഇങ്ങനെ കയറി വന്നു. എന്തോ മനോഹരമായ കാഴ്ചയാണെന്നറിയോ. അതിൻ്റെ ബാക്കിലായിട്ടൊരു മൊട്ടക്കുന്നായിട്ട് കാണാം. അത് മൊട്ടക്കുന്നല്ല, നേരത്തെ അവിടെ റബ്ബറുള്ളതായിരുന്നു. അപ്പോൾ അതെല്ലാം മുറിച്ചിട്ട് അവിടെ കൈത വെച്ചേക്കാണ്. അപ്പോൾ കൈതക്കാർക്ക് പാട്ടത്തിന് കൊടുത്തേക്കാണ് ആ ഏരിയയെല്ലാം. അപ്പോൾ അവർ തന്നെ കൈത വെച്ച് കൃഷി ചെയ്ത് 3 വർഷത്തേക്ക് കൃഷി ചെയ്യാനും അവർ തന്നെയാണ് തൈ വാങ്ങിച്ച്, റബ്ബറിൻ തൈ വാങ്ങിച്ച് അവർ തന്നെയാണ് നടുന്നത്. അപ്പം നമ്മൾ വഴി കണ്ട കാലിഡബ്ബയൊക്കെ പറക്കി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെയാണ് മയിൽ, പന്നി, അതേപോലെ മ്ലാവ് അങ്ങനെയുള്ള മൃഗങ്ങളെ കാണാൻ പറ്റും. ഞാൻ പ്രതീക്ഷിച്ചു 1-2 എണ്ണത്തിനെങ്കിലും കാണാൻ പറ്റുമെന്ന്. എന്താ ചെയ്യാനാ, തല വരെ വേറെ ആയിപ്പോയി. പക്ഷേ നമുക്കൊരു കുന്തത്തിനെയും കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മളിങ്ങനെ ആ വിജനമായ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട്
ഇങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ എങ്കിലും ഈ റോഡിൽ കൂടെ പോകുന്ന ടാസ്ക്കാണ് കേട്ടോ. ഈ കൈതക്കാർ ബംഗാളികളാണ് അവിടുത്തെ വണ്ടി ഓടിക്കുന്നത്, പിക്കപ്പ് ഓടിക്കുന്നത്. അവന്മാർ ഏത് വഴിയാണ് വരുന്നത്, ഏത് വഴിയാണ് ഇറങ്ങി വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പറന്നായിരിക്കും അവന്മാർ വരുന്നത്. അപ്പം അതുകൂടെ നമ്മൾ ശ്രദ്ധിച്ച് വേണം പോകാൻ. അപ്പം ആ ഒരു മുൻകൂട്ടിയുള്ള കാഴ്ചപ്പാടുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ സൂക്ഷിച്ചാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ വീണ്ടും അവിടുന്ന് സാധനങ്ങളൊക്കെ കയറ്റി കാലിടപ്പൊക്കെ കയറ്റി ഞങ്ങൾ വീണ്ടും അവിടുന്ന് മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം എ എന്ന ഡിവിഷൻ കഴിഞ്ഞു, ബി എന്ന ഡിവിഷനിൽ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിയിൽ ഏകദേശം എത്താറായി വരുന്നുണ്ട്. അപ്പം ഇനി ഇവിടെ തന്നെ ഈ സി തന്നെയാണ് മെയിൻ ഓഫീസും. 8 പറഞ്ഞ ആ ഒരു ഏരിയയുടെ മെയിൻ ഓഫീസ് ഇവിടെ തന്നെയാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ കാലിയുടെ എല്ലാം ഇറക്കാൻ. കൂടെയുള്ള കൊച്ചാട്ടന്മാരും വൈവാണ് കേട്ടോ. അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് വീഡിയോ ഇട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ സി എന്ന ഡിവിഷനിലെത്തി, കളക്ഷനിലെത്തി. അപ്പം ഈ കാണുന്നതാണ് കളക്ഷൻ. നടുക്കുള്ളത് പഴയ ലൈൻസ്. അങ്ങ് ദൂരെയായിട്ട് കാണുന്നതാണ് മെയിൻ ഓഫീസ്, 8ൻ്റെ മെയിൻ ഓഫീസ്. ഇവിടെയാണ് നമുക്ക് കാലിഡബ്ബയെല്ലാം ഇറക്കി വയ്ക്കേണ്ടത്. അപ്പം അവിടെ ചെന്ന് കൊച്ചാട്ടന്മാർ 2 പേരൂടെ ഇറക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. അവരെങ്കിൽ ഇടയ്ക്ക് കമൻറ്റൊക്കെ അടിക്കുന്നുണ്ട്, ഇതൊക്കെ വരുമോ, ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ. ഇത് പഴയൊരു ലൈംസ് താമസം ഉള്ളവരായിരുന്നു. ഇപ്പോൾ അവിടെ ആരും താമസമില്ല. കല്ലുകൊണ്ട് കിട്ടിയൊരു ലൈംസാണ്, റൂമാണ്. ഇത് കൈതക്കാർക്ക് കൊണ്ടുവന്ന കുടിവെള്ളമാണ് കേട്ടോ. അവർ ട്രാക്ടറിലാണ് വെള്ളമൊക്കെ കൊണ്ടുപോകുന്നതും ചെടിയൊക്കെ കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട്, വണ്ടികളൊക്കെ പോകുന്നത് കണ്ട്. അവിടെ വെട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. മൂൾ ഭാഗത്തായിട്ട് ടാപ്പിങ്ങുകാരുണ്ട്. അവരവിടെ നിന്ന് കാര്യം പറഞ്ഞ് വെച്ചൊക്കെ കേൾക്കാം. അപ്പോൾ നമ്മളാണെങ്കിൽ ചുമ്മാ അവിടെ നിന്നിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട്. പിന്നെ കാലാവസ്ഥ നമുക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊക്കെ നല്ലതായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു, അത്യാവശ്യം വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട്. അപ്പോഴേക്കും കൊച്ചാട്ടന്മാരൊക്കെ പാതിമുക്കാലും കാലിയെല്ലാം ഇറക്കി എല്ലാം തീർന്നു. അതിനുശേഷം അവിടുന്ന് വണ്ടി എടുക്കാമെന്നുള്ള തീരുമാനമായി. ഞങ്ങൾ വീണ്ടും വണ്ടി എടുത്ത് മുന്നേക്ക് വന്നു. അപ്പോൾ നേരത്തെ മുറിച്ച ഭാഗമാണിത്, റബ്ബർ മുറിച്ച് കളഞ്ഞ ഭാഗമാണ്. ഈ കാണുന്ന 2 സൈഡിൽ ഇട്ടേക്കുന്ന വേലിയിലും കറണ്ട് കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൈതച്ചക്ക ഓടിക്കാൻ വേണ്ടി ഉള്ളിൽ കയറാനോ അങ്ങോട്ട് പോകാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നോക്കി, പഴുത്തത് വല്ലതും ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി. അതൊന്നും കണ്ടാൽ തന്നെ നമുക്ക് എടുക്കാനും പറ്റത്തില്ലല്ലോ. അടുത്ത ഡി എന്ന ഡിവിഷനിലേക്കാണ് പോകുന്നത്. അവിടെ ചില റിസ്ക് പിടിച്ച ഓട്ടമാണ്. അപ്പോൾ ഉള്ളിലുള്ളതൊക്കെ നമ്മൾ റോഡ് സൈഡിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞ്. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇതുകൊണ്ട് പോകുന്നത്. മഴയൊക്കെ ആയതുകൊണ്ട് വണ്ടി വലിച്ചു മാറ്റാനും തെന്നി മാറാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം ആദ്യം ഒരു പണി കിട്ടിയതാണ്. ഈ പോകുന്ന വഴിക്കൊക്കെ മിക്കയിടത്തും പൊയ്കയുണ്ട് കേട്ടോ. ചെറിയ ചെറിയ വെള്ളം ചാടുന്ന വെള്ളച്ചാട്ടങ്ങളുണ്ട്, തോടുകളുണ്ട്. അതൊക്കെ അതിലൂടെയൊക്കെയാണ് നമ്മൾ വണ്ടി കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. നല്ല രസമായിരുന്നു കാണാൻ. ഒരു ഓലി, നല്ലൊരു തോട്. ആ തോട് കയറി ഇറങ്ങി മറ്റൊരു റോഡിൽ കയറി അപ്പോഴാണ് കാണുന്നത് കേട്ടോ. കൈതച്ചക്ക കൊണ്ടുവന്ന അവരുടെ വണ്ടിയാണ് നമ്മുടെ മുന്നിൽ പോകുന്നത്. അപ്പം അവരുടെ പുറകെ നമ്മൾ ഇങ്ങനെ പയ്യെ കൂടെ വരുവാണ് കേട്ടോ. റോഡ് മൊത്തം ഇളകി ചെളിയും വെള്ളമൊക്കെയാണ്. അവരവിടെ വണ്ടി ഒതുക്കാനുള്ള പ്ലാനാണ് കേട്ടോ. ഉണ്ടോ, ടയർ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇങ്ങനെ കളിച്ച് വണ്ടി കയറുന്നത്. അത് നല്ല ചെളിയായതുകൊണ്ട് വണ്ടി അങ്ങനെ കയറി പോകത്തുമില്ല കേട്ടോ. അപ്പോൾ അവരവിടെ നമുക്ക് ഒതുക്കി തന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ്. അപ്പോൾ ഡി എന്ന ഡിവിഷൻ്റെ ലാസ്റ്റ് കളക്ഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇപ്പോൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡെല്ലാം കൈതയൊക്കെ വെച്ച് മരങ്ങളൊക്കെ മുറിച്ച് അവിടെ അന്ന് കൃഷി പരിപാടിയൊക്കെയാണ്. ഇപ്പം കുറേയേറെ മരങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുന്നതുമുണ്ട്. അപ്പം ഈ തടിലൂർ പോകാനും കൊണ്ടാണ് ഇപ്പം ആ വഴിയെല്ലാം ഇളക്കിയിട്ടേക്കുന്നത്. നേരത്തെ കൊച്ചു വഴിയായിരുന്നു. അപ്പം വീണ്ടും വലിയ ലോറികൾക്കൊക്കെ, തടി ലോറികൾക്ക് പോകാൻ വേണ്ടിയാണ് ആദ്യം നമ്മൾ കണ്ട ചെളി ഭാഗമുള്ള ഭാഗത്തെല്ലാം റോഡിന് വീതി കൂട്ടി, JCB ഒന്ന് വീതി കൂട്ടി. അപ്പം ഞാൻ നേരത്തെ ഒരു തവണ ഇവിടെ ഓട്ടത്തിന് വന്നതായിരുന്നു. അപ്പം അന്ന് ഇത്ര റോഡൊന്നും മോശമല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡായിരുന്നു കേട്ടോ. അവിടുത്തെ എല്ലാം മരമൊക്കെ മുറിച്ചിട്ട് അവിടെ കൃഷി ചെയ്യാനുള്ള പരിപാടിയാണ്, കൈത വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രാക്ടറിലായി തടിയൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ട് മൊത്തം ചെളിയാണ് കേട്ടോ. ഇവിടെയൊക്കെ വണ്ടി ഇട്ട് തിരിക്കുന്നത് തന്നെ ഭയങ്കര പാടാണ്, വണ്ടി തെന്നി മാറുമൊക്കെ. അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് ദൂരെ ഒരു വെള്ളച്ചാട്ടം. അത് കാണാൻ വേണ്ടി ചെളിക്കകത്ത് കൂടെ ചാടി മറിഞ്ഞ് ഞാൻ പോകുന്നു. കാലും പാൻറ്റും എല്ലാം അഴുക്കായി. ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. ഒരു തോട് പോകുന്നത് താഴോട്ട് ഒഴുകുക. ഇതിവിടെയാണ് ഞാൻ ട്രാക്ടർ തടിയൊക്കെ ആയിട്ട് കയറി വരുന്നത്. അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടമാണത് കേട്ടോ. ഞാൻ നേരത്തെ ആദ്യം ഒരു തവണ വന്നപ്പോൾ ഞാൻ അവിടെ പോയി കണ്ടതാണ്. ആരും അങ്ങനെ വരാത്ത ഏരിയയാണ്, സൈലൻ്റ് ഏരിയയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് ഇനി ആ ചെളിക്കകത്തിൽ കൂടെ തന്നെ വേണം ചെന്ന് വണ്ടിക്കകത്ത് കയറാൻ. കണ്ടില്ലേ, ട്രാക്ടർ പോയി മൊത്തം ഇളകി കുഴഞ്ഞ്
പ്രഥമനാണോ പായസമാണോ സേമിയാണോ വല്ലാത്ത രീതിയിലാണ് കിടക്കുന്നുണ്ടോ. 4x4 മുത്തേ കിടക്കുന്നത്. ഇവിടെ മൊത്തം 4x4 ഓടാൻ പറ്റും ഇവിടുത്തെ ഓട്ടങ്ങൾക്കൊക്കെ. നല്ല ചെളിയാണ് കേട്ടോ ഇവിടെ എല്ലാം. ഇങ്ങോട്ട് വന്ന വഴിക്ക് കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് മറിഞ്ഞ ട്രാക്ടറാണ്. അതായത് നമ്മൾ ഈ പോകുന്ന റോഡിൽ തന്നെ മറിഞ്ഞതാണ്. അപ്പം അതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ലോറി മറിഞ്ഞിരുന്നു. പക്ഷേ അന്ന് രാത്രി തന്നെ അവർ എടുക്കുകയും ചെയ്തു. അത് വണ്ടി മറിഞ്ഞത് ലോഡും കൊണ്ട് വന്ന വഴിക്ക് തിട്ട ഇടിഞ്ഞ് പോയതാണ് കേട്ടോ. താഴെ താമസിച്ചിരുന്ന ലൈൻസിൻ്റെ മുകളിലോട്ട്. അത് സന്ധ്യാസമയം ആയതുകൊണ്ട് വീട്ടിൽ ആൾക്കാരും ഉണ്ടായിരുന്നു. ആർക്കും ദൈവഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല. പറ്റാത്തതിൻ്റെ കാരണം ഈ വണ്ടി മറിഞ്ഞ് ചെന്ന് ചാരിയത് ഒരു തേക്കിൻ്റെ മുകളിലോട്ടാണ്. തേക്കെ തട്ടിക്കൊണ്ട് വണ്ടി അത്ര ഊക്കിന് താഴോട്ട് പോയില്ല. ഞാൻ കാണിക്കാം കേട്ടോ ആ വീടുമൊക്കെ. ഇവിടുന്ന് താഴോട്ടാണ് പോയത്. ആ വീടിൻ്റെ മുകളിലാണ് ലോറിയുടെ മണ്ടക്കത്തെ തടിയെല്ലാം കൂടെ ചെന്ന് വീണത്. അതിനുശേഷം മഴ അങ്ങ് തുടങ്ങി. വീണ്ടും തിരിച്ച് ഡിയുടെ കളക്ഷനിൽ വന്നപ്പോൾ ഭയങ്കര മഴ. കൊച്ചാട്ടന്മാർ 2 പേര് ഓടി കളക്ഷനിലോട്ട് അങ്ങ് പോയി. ഞാൻ ഒറ്റയ്ക്ക് വണ്ടിയിൽ. ഇനി നമുക്ക് ഇതെല്ലാം പറക്കെ കയറ്റിക്കൊണ്ട് വേണം പോകാൻ മഴ തോന്നിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിക്കാനും കൊണ്ട് ഉച്ചക്കത്തേക്ക് കഴിക്കാനും രാവിലത്തേക്ക് കഴിക്കാനും ആകെ വാങ്ങിച്ചത് 2 ദോശയാണ് കേട്ടോ. എന്നാൽ പിന്നെ അത് കഴിക്കാമെന്ന് വെച്ചു. സമയം ഏകദേശം ഒരു 3 മണിയായി. രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. പിന്നെ ഞാനൊന്ന് സാമ്പാറും കൂട്ടി അത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പത്രത്തിലെ വാർത്ത കണ്ണോടിച്ചപ്പോഴാണ് കാണുന്നത്. വെയിലത്ത് കുഞ്ഞുങ്ങൾക്ക് തണലായി സാറുമാർ നിൽക്കുന്നത്. എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ. അതിവിടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ആ സന്തോഷത്തിൽ മഴയും ആസ്വദിച്ച് ഞാൻ സാമ്പാറും ദോശയും കീച്ചാന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഉച്ചക്കത്തേക്കുള്ള ആഹാരമാണ്. രാവിലെ കഴിക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെ ഉള്ളു ശരണം. അപ്പോൾ ഇതിന് ശേഷം വണ്ടി ഒതുക്കിയിട്ട് വേണം ഇനിയും കുഞ്ഞിനെ വിളിക്കാൻ പോകാൻ. അങ്ങനെ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് ഞാൻ നേരെ ഇനി സ്കൂളിലേക്ക് എൻ്റെ മോളെ വിളിക്കാൻ, ക്ഷേത്രയെ വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ക്ഷേത്രമോളെ വിളിച്ചു. അവിടുന്ന് പിന്നെ തിരിച്ച് വീട്ടിലേക്ക്. അപ്പം ഞങ്ങൾ 2 പേരും കാര്യമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഇങ്ങനെ വരുവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ കാഴ്ചകളും ഇതൊക്കെയാണ്. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങളിനി വീണ്ടും വരും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹം. അപ്പോൾ പോകണം എന്നാ. ബൈ.